2026 നോമ്പിലെ 18ാം ധ്യാന ഭാഗത്തേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാൻ സാധിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇന്ന് മാർച്ച് മാസം 7-ാം തീയതി. ഇന്നത്തെ ധ്യാനത്തിന് കേന്ദ്രമായി വിഭാവന ചെയ്തിരിക്കുന്നത് ഒരു ചോദ്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം മഗ്ദല മറിയ യേശുവിനെ അടക്കിയ കല്ലറയിൽ വരുന്ന അവിടെയുള്ള ദൂതന്മാരെ കാണുമ്പോൾ അവർ അവളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്: ജീവനുള്ളവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ എന്തിനാണ് അന്വേഷിക്കുന്നത്? നമുക്ക് ഇത് കൃത്യമായി ചിന്തിക്കേണ്ടതിന് സഹായമാകുന്ന വിധത്തിൽ നോട്ട്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എവരെയും ക്ഷണിക്കുന്നു. ഇനിയും നോട്ട്സിൽ മാത്രം കേന്ദ്രീകരിച്ച് നമുക്ക് മുൻപോട്ട് പോകും. വൈ ഡു യു സീക്ക് ദി ലിവിങ് എമംഗ് ദ ഡെഡ്? ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത്? ഈ വർഷത്തെ നോമ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് തന്നെ ആയിരിക്കട്ടെ. നാം ആരാധിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തെയാണോ അതോ മരിച്ച് ഓർമ്മ മാത്രമായ ദൈവത്തെയാണോ? ഇതാണ് വാസ്തവത്തിൽ പുനരുത്ഥാനം ഉയർത്തുന്ന ചിന്ത അല്ലെങ്കിൽ ചോദ്യം. കഷ്ടാനുഭവം പുനരുത്ഥാനം എന്ന് പറയുന്ന ഈ വലിയ വെല്ലുവിളിയോട് ബന്ധപ്പെട്ടതാണ് എന്നത് ഈ തരുണത്തിൽ മനസ്സിൽ ഒന്ന് കുറിച്ചു വയ്ക്കുന്നത് പ്രയോജനപ്പെടും. ഈ നോമ്പുകാലം മുഴുവനും ഉയർത്തെഴുന്നേൽപ്പിലേക്കുള്ള വിശ്വാസ തീർത്ഥയാത്രയാണ് എന്ന ദർശനത്തിലാണ് ഈ ഒരു ഉള്ളടക്കം വിഭാവന ചെയ്യപ്പെട്ടിട്ടുള്ളത്. സത്യമായി പറഞ്ഞാൽ മനുഷ്യർ പൊതുവായി ആരാധിക്കുന്നത് ഏത് മതത്തിലുമായിക്കൊള്ളട്ടെ മരിച്ച ദൈവങ്ങളെയാണ്. ജീവനുള്ള ദൈവത്തെ അറിയുകയോ ആരാധിക്കുകയോ ചെയ്യുന്ന ഒരനുഭവം സംഘടിതമായ മതത്തിൽ ഒരു കാലത്തും ഉണ്ടാകുവാൻ സാധ്യമല്ല എന്നത് ചരിത്ര സത്യമാണ്. അത് ഏവരുടെയും അനുഭവത്തിൽപ്പെട്ട കാര്യമാണ്. എങ്കിലും അത് തിരിച്ചറിയാൻ അല്പം തൻ്റെ ഇടം ആവശ്യമാണ്. സത്യത്തോടുള്ള ഒരു പ്രതിഷ്ഠ ആവശ്യമാണ്. അതില്ലാത്തതിനാൽ ചില സങ്കല്പങ്ങളുടെ അടിയൊഴുക്കിൽപ്പെട്ട് നാം ഇങ്ങനെ ചത്ത മീനെ പോലെ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് നമ്മുടെ അവസ്ഥ. അത് ഈ നോമ്പ് കാലത്ത് നാം പ്രത്യേകമായി തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നാം ജീവിക്കുന്ന ദൈവത്തെ ആണ് അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ ഗുണഫലം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. യേശു തന്നെ ജീവന്റെ ജലം, ലിവിങ് വാട്ടേഴ്സ് എന്ന് സൂചിപ്പിക്കുന്നത് ഈ സമയത്ത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നിശ്ചലമായി കിടക്കുന്ന വെള്ളത്തെയല്ല, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജീവന്റെ പ്രതീകമായ നദിയോടാണ് യേശു തൻ്റെ വ്യക്തിത്വത്തെ ഉപമിക്കുന്നത് എന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ആ ജീവന്റെ മർമ്മം ഉൾക്കൊള്ളുന്ന ഘടകങ്ങൾക്ക് മാത്രമേ മനുഷ്യന് നന്മ ചെയ്യുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബെത്സൈദ കുളം മാലാഖമാർ വന്ന് അത് കലക്കുമ്പോൾ മാത്രമേ അതിൽ രോഗശാന്തിക്ക് ഉതകുന്ന ആ ഘടകം പ്രവർത്തിക്കുകയുള്ളൂ. ആ കലക്കം ജീവന്റെ ഇളക്കം തന്നെയാണ്, ജീവന്റെ ഊർജമാണ്. മരിച്ച അവസ്ഥയിൽ കഴിയുന്ന ഒന്നിൽ നിന്നും ഒരു നന്മയും നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന ഒരു താക്കീത് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഉണ്ട് എന്ന് പലപ്പോഴും അല്ല എപ്പോഴും തന്നെ അവഗണിച്ച് കിടക്കുന്ന ഒരു പരമസത്യമാണ്. അപ്പൊ നാം യഥാർത്ഥത്തിൽ ഒന്നാമത് നാം ദൈവത്തെ പറ്റി നമുക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ആരാണ്ടതൊക്കെ പറഞ്ഞു, അതൊക്കെ കേട്ടു. ഇംഗ്ലീഷിൽ ഹിയർസേ എന്ന് പറയും.
നമ്മൾ വ്യക്തിപരമായി അന്വേഷിച്ചോ ചിന്തിച്ചോ അനുഭവത്തിൽ കൂടി ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ദൈവത്തെ നാം അങ്ങനെ അറിയുന്നില്ല. പിന്നെ ഞാനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതനുസരിച്ച് ചില ധാരണകൾ നമ്മൾ മനസ്സിൽ വെക്കുകയും അതിനപ്പുറത്തൊന്നുമില്ല എന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യുന്ന വളരെ കോമാളിത്തം നിറഞ്ഞ ഒരവസ്ഥയാണ് നമ്മുടെ ഭക്തി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നാം യഥാർത്ഥത്തിൽ ജീവനുള്ള അല്ലെങ്കിൽ ജീവിക്കുന്ന ദൈവത്തെ അല്ല, മരിച്ച് അപ്രത്യക്ഷമായി പോയ ഇന്ന് പ്രവർത്തിക്കാൻ ശേഷിയില്ലാത്ത നമ്മെ ഓർമ്മയിൽ മാത്രം നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നാം അറിയുകയും ആരാധിക്കുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഫലം എന്താണ് എന്ന് നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കുക. ആദ്യമായി, ജീവനുള്ള ദൈവം അവൻ തന്നെ തന്നെ നിരന്തരം വെളിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും. എന്നാൽ നാം മതത്തിൽ നോക്കുമ്പോൾ അതെല്ലാം പണ്ടത്തെ കാര്യം, ഭൂതകാലം. അതുകൊണ്ടാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ, അതൊരു 1.5 മാസത്തിന് മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ, മതം കൊണ്ട് നമുക്ക് ഭൂതം പിടിച്ചിരിക്കുന്നു. ഭൂതം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്, ഭൂതകാലം. അപ്പം മതം കൊണ്ട് നമുക്ക് ഭൂതം പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയാൻ കാര്യമില്ല. നിങ്ങൾ മതപരമായ എന്ത് കാര്യവും ആലോചിച്ച് നോക്കൂ. ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ വർഷമോ 10 വർഷം മുമ്പോ സംഭവിച്ച ഒന്നും അതിനകത്തുണ്ടാകത്തില്ല. അങ്ങ് പണ്ട് ജാമ്പവന്മാരുടെ കാലത്ത് ഏതാണ്ടൊക്കെ സംഭവിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം ദൈവം നീണ്ട അനന്തമായ നിദ്രയിൽ പ്രവേശിച്ചു, ഒന്നും പ്രവർത്തിക്കുന്നില്ല. ദൈവം പ്രവർത്തിച്ചാൽ തന്നെ വെളിപ്പെടുത്തും. പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം വെളിപ്പെടുത്തുക എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്താലും അതിൽ കൂടെ നിങ്ങളെ വെളിപ്പെടുത്തും, സംശയമില്ല. ദൈവം സൃഷ്ടി നടത്തി, സൃഷ്ടിയിൽ കൂടെ ദൈവം തന്നെ സൃഷ്ടികർത്താവായി വെളിപ്പെടുത്തി. ആ സൃഷ്ടിയുടെ ഓരോ കണികയിലും ദൈവത്തിൻ്റെ നന്മ നിറഞ്ഞിരിക്കുന്നു എന്നത് കണ്ണു തുറന്ന് കാണാൻ ധൈര്യമുള്ളവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ആ ദൈവം എന്നും പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള ദൈവത്തിൽ മാത്രമേ നമുക്ക് ആശ്വസിപ്പാനും അഭയം പ്രാപിപ്പാനും സാധ്യമാകുകയുള്ളൂ. 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ 3000 വർഷങ്ങൾക്ക് മുമ്പ് പൊളിഞ്ഞു പോയൊരു വീട്ടിൽ നമുക്ക് താമസിക്കാനോ അന്തി ഉറങ്ങാനോ സാധ്യമല്ല എന്ന് പറയുന്നത് പോലെ, ഇന്ന് ജീവിക്കാത്തതും അതിൻ്റെ പണ്ട് കാലത്ത് ജീവിച്ചിരുന്നതുമായ ദൈവത്തിൽ നമുക്ക് അഭയം പ്രാപിപ്പാൻ സാധ്യമല്ല എന്ന് മുലകൊടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ മതത്തിന് അങ്ങനെ ജീവിക്കുന്ന ദൈവത്തെ ഉൾക്കൊള്ളുവാൻ യാതൊരു വിധത്തിലും സാധ്യമല്ല എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ദോസ്തോവസ്കി വിശ്വവിഖ്യാതമായ അദ്ദേഹത്തിൻ്റെ ചെറുകഥ ദ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ എന്ന കഥ എഴുതിയിട്ടുള്ളത്. അത് ബ്രദേഴ്സ് ക്രമാസോവ് എന്ന നോവലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറുകഥയാണ്. താല്പര്യമുള്ളവർക്ക് അത് വായിക്കാവുന്നതാണ്. നെറ്റിൽ അത് വളരെ അനായാസമായി ലഭിക്കുന്നതാണ്. അപ്പോൾ മതം എന്ന് പറഞ്ഞാൽ എല്ലാം പണ്ടത്തെ കാലം. ഇന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൽ മാത്രമേ നമുക്ക് വസിപ്പാനും പങ്കാളിത്തം പ്രാപിപ്പാനും കഴിയുകയുള്ളൂ എന്നത് ദയവായി മനസ്സിലാക്കുക. രണ്ടാമതായി, ജീവിക്കുന്ന ദൈവത്തെ നമ്മുടെ ചില വിശ്വാസ പ്രമാണങ്ങളിലോ മതപരമായ ഫോർമുലയിലോ മെരുക്കിയിടാനോ തളച്ചിടാനോ പരിമിതപ്പെടുത്താനോ സാധ്യമല്ല. നാം ദൈവത്തെപ്പറ്റി ഏത് വിശ്വാസ പ്രമാണമാണ് പറയേണ്ടത്? ഏത് വിശ്വാസ പ്രമാണത്തിൽ കൂടെ ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെ അതിൻ്റെ പൂർണ്ണതയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അത് അങ്ങനെയുള്ള ശ്രമങ്ങൾ തികച്ചും അസ്ഥാനത്താണ് എന്ന് മതത്തിൻ്റെ ഒരു നല്ല പ്രതിനിധിയായിരുന്ന നിക്കോദീമോസിനോട് യേശു വ്യക്തമായി വെളിപ്പെടുത്തുന്ന സംഭവം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് 7-8 വാക്യങ്ങളിലുണ്ട്. കാറ്റ് അതിനിഷ്ടമുള്ളയിടത്തേക്ക് അടിക്കുന്നു, അതെവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ ആരും അറിയുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അങ്ങനെ തന്നെയാണെന്ന് യേശു പറയുമ്പോൾ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ആർക്കും മനുഷ്യനിർമ്മിതമായ ഒരാശയത്തിലോ സങ്കല്പത്തിലോ ഒരു വിശ്വാസ പ്രമാണത്തിലോ ഡോക്ട്രിനിലോ ഡോഗ്മയിലോ ഒതുക്കി നിർത്താൻ സാധ്യമല്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡോക്ട്രിനും ഡോഗ്മയും അല്ലാതെ നമുക്ക് ദൈവമില്ല. നമ്മളറിയുന്ന ഈ ഒന്നിരിമുറി കാമുറി അറിവിനപ്പുറത്ത് ലോകത്തൊന്നുമില്ല എന്ന് വിശ്വസിക്കുകയും തൽമൂലം നമ്മുടെ വ്യക്തിത്വത്തിൽ വരുന്ന അല്പത്തരമാണ് നമ്മുടെ ആഭരണമെന്ന് വിചാരിച്ച് കഴിയുന്ന ഒരു വളരെ എന്താണ് പറയുന്നത്, കോമാളിത്തം നിറഞ്ഞ ഒരവസ്ഥയാണ് നമ്മുടെ മതപരമായ ജീവിതം എന്ന് ദയവായി തിരിച്ചറിയണം.
മൂന്നാമതായി, ജീവിക്കുന്ന ദൈവം മനുഷ്യരിൽ നിന്ന് പങ്കാളിത്തം ആവശ്യപ്പെടുന്നു. ഗോഡ് ഡിമാൻഡ്സ് പാർട്ട്ണർഷിപ്പ് ഫ്രം അസ് ത്രൂ ഒബീഡിയൻസ്. ദൈവത്തെ അനുസരിക്കാൻ മനസ്സുള്ളവർക്ക് മാത്രമേ ജീവനുള്ള ദൈവവുമായി കൂട്ടായ്മ ആചരിപ്പാൻ സാധ്യമാകുകയുള്ളൂ. യേശു സുവിശേഷങ്ങളിൽ വെളിപ്പെടുത്തുന്നത് എപ്പോഴും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ദൈവത്തെയാണ്. ആ ദൈവത്തിൻ്റെ ഹിതം ഈ ലോകത്തിൽ വെളിപ്പെടുത്തുവാനും പൂർത്തീകരിക്കുവാനുമാണ് താൻ വന്നത് എന്നതാണ് യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ പ്രമാണം. എന്നാൽ ആ ദൈവത്തെ ഒരു വാക്കുകൊണ്ടോ വാചകം കൊണ്ടോ 10 കഥകൾ കൊണ്ടോ നിർവചിക്കാൻ യേശു തുനിയുന്നില്ല. അങ്ങനെയുള്ള ചെയ്യുന്നത് തെറ്റാണ്. ദൈവത്തെ നാം അറിയേണ്ടത് ആദ്യം മുതൽ അവസാനം വരെ ഉള്ള എല്ലാറ്റിൻ്റെയും ആകെത്തുകയായിട്ടാണ്. ആ ദൈവം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അപ്രകാരം ഒരു വിശ്വാസമില്ലെങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം. അപ്പം അത് വെളിപ്പെടുത്തത്തക്കമാണ് തൻ്റെ പരസ്യ ശുശ്രൂഷ മധ്യേ യേശു അത്ഭുത പ്രവൃത്തികൾ ചെയ്തത്. ഈ അത്ഭുത പ്രവൃത്തികൾ മുഴുവനും യേശു ജീവനുള്ള ദൈവമായ സ്വർഗസ്ഥനായ പിതാവിനോടുള്ള പങ്കാളിത്വത്തിലാണ് നിർവഹിച്ചത് എന്ന് ദയവായി മനസ്സിലാക്കുക. അത് ജീവനുള്ള ദൈവത്തിൽ കൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു ദൈവത്തെ നാം അറിയുന്നില്ല. അങ്ങനെ ഒരു ദൈവത്തിൽ നാം വാസ്തവത്തിൽ വിശ്വസിക്കുന്നില്ല. അത്തരം കൊണ്ട് പല കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും യാഥാർത്ഥ്യത്തിൽ കാര്യത്തോട് അടുക്കുമ്പോൾ നമ്മൾ ഏതാണ്ട് പണ്ട് കടങ്കഥ പോലെ കേട്ട ചില കാര്യങ്ങളിൽ മാത്രം വിശ്വസിക്കുന്നവരാണ് എന്ന സത്യം വെളിപ്പെട്ടു വരും. നാലാമതായിട്ട്, ജീവനുള്ള ദൈവം ഈ ലോകത്തെ എപ്പോഴും സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്നു. എ ലിവിങ് ഗോഡ് ഇംപാക്ട്സ്. പറയാം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം മോശയെ കണ്ടെത്തുന്നു മിദ്യാനിലെ മരുഭൂമിയിൽ വെച്ച്. അവിടെ ദൈവം മോശയോട് പറയുന്നത്, എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ ഞാൻ കണ്ടു, അവരുടെ നിലവിളി എൻ്റെ ചെവിയിലെത്തിയിരിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ ജനത്തിൻ്റെ അവസ്ഥയിൽ വിടുതലുണ്ടാകും നിശ്ചയം. അപ്പോൾ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ നമ്മളായിരിക്കുന്ന സാഹചര്യവും നമ്മൾ അറിയുന്ന വ്യവസ്ഥിതിയും ഒന്നും അതുപോലെ നിൽക്കാനുള്ളതല്ല. അതിനെ മാറ്റേണ്ട, അതിൽ വ്യത്യാസം വരുത്തേണ്ട, അതിൽ ദൈവികമായ ഹിതം നിർവഹിക്കപ്പെടാൻ സാധ്യതയുള്ള വിധത്തിൽ സാഹചര്യങ്ങളെ ഒന്ന് പൊളിച്ചു പണിയേണ്ട കടമ അങ്ങനെ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കുമുണ്ട്. നമുക്കറിയാം, തൻ്റെ പരസ്യ ശുശ്രൂഷ മധ്യേ യേശു അന്ന് നിലവിലുന്ന എല്ലാ സാഹചര്യങ്ങളും ഒന്ന് പൊളിച്ചു പണിതു. അത് അന്നത്തെ മതസംരക്ഷകർക്ക് നന്നേ കോപമുണ്ടാക്കി, അവരെ ജ്വരം പിടിപ്പിച്ചു. അതുകൊണ്ടാണ് അവനെ കൊന്നേ മതിയാകൂ എന്ന് അവർ തീരുമാനിച്ചത്. എന്നാൽ അങ്ങനെ നിലവിലിരിക്കുന്ന വ്യവസ്ഥയ്ക്കും സാഹചര്യങ്ങൾക്കും അവസ്ഥകൾക്കും വ്യത്യാസം വരാതെ മനുഷ്യർക്ക് വിടുതലുണ്ടാകുകയില്ല. മനുഷ്യർ വ്യക്തികളായി വളരുകയില്ല. സമൂഹങ്ങളായി അവർ വിടുതൽ പ്രാപിക്കുകയില്ല. അവർ രൂപാന്തരത്തിൻ്റെ അനുഗ്രഹം അറിയുകയില്ല എന്നത് നാം പ്രത്യേകമായി അറിയേണ്ട ഈ നോയമ്പ് കാലത്ത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു സത്യം തന്നെയാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു ദൈവത്തെ നമ്മുടെ ആരാധനയിൽ നാം തിരിച്ചറിയുന്നില്ല. അങ്ങ് ദൂരെ ഇരിക്കുന്ന, നമ്മളോട് പ്രത്യേക താല്പര്യമൊന്നുമില്ലാത്ത, നമ്മുടെ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യാത്ത ഒരു ദൈവത്തെ നമ്മുടെ ചില കാര്യങ്ങൾ പറഞ്ഞ് അറിയിച്ച് വല്ല അനുഗ്രഹം കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ച് പോക്കറ്റിലുണ്ട് വീട്ടിൽ പോകണം എന്നതിനപ്പുറത്തൊരു ആത്മീയ ദർശനം പ്രാപിപ്പാൻ നമുക്ക് കഴിയാതെ പോകുന്നത് ജീവനുള്ള ദൈവത്തിൽ നാം വിശ്വസിക്കാത്തത് കൊണ്ട് മാത്രമാണെന്ന് പറയാൻ യാതൊരു മടിയും എനിക്കില്ല. അഞ്ചാമതായിട്ട്, നാം ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് ഈ റിലീജിയസ് എസ്കേപ്പിസം, ലോക യാഥാർത്ഥ്യങ്ങളോട് കണ്ണടച്ച് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കാൻ സാധ്യമല്ല. ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഗോഡ് റിക്വയർസ് us to be impactful. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചത് അവരെ അവരുടെ ചുമതല ഏൽപ്പിച്ച് അയക്കാനാണ്. He called his disciples to send them out. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സാമീപ്യവും ദൈവവിശ്വാസത്തിൻ്റെ വീര്യവും എനിക്ക് എപ്പോഴെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞായറാഴ്ച ആരാധനാ മധ്യേ അല്ല, അത് ഈ ലോകത്തിൽ ദൈവഹിതമനുസരിച്ച് ചില സാഹചര്യങ്ങളിൽ ഇടപെടുവാനും നിലപാടുകൾ രൂപീകരിക്കുവാനുമുള്ള കടമയുണ്ട് എന്നറിഞ്ഞ്
അപ്രകാരം വിശ്വാസത്തിൻ്റെ ധൈര്യത്തിൽ മുന്നോട്ട് പോയ അവസരങ്ങളിൽ ഉളവായിട്ടുള്ള അനുഭവങ്ങൾ കൂടെ മാത്രമേ അത് സംഭവിച്ചിട്ടുള്ളൂ എന്നതിൻ്റെ സാക്ഷ്യമായി ഞാൻ നിങ്ങളെ അറിയിച്ചുകൊള്ളട്ടെ. അപ്പോൾ ദൈവം എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയൊക്കെ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിയിൽ കാര്യമായ ഗണ്യമായ മാറ്റം വരും എന്നതിന് യാതൊരു സംശയമില്ല. അതാണ് ജീവനുള്ള ദൈവത്തിൽ, ജീവിക്കുന്ന ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വസനീയമായ തെളിവ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ സൽഗുണപൂർണരാകുവിൻ, സീക്ക് പെർഫെക്ഷൻ. എൻ്റെ അർത്ഥം നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങളിൽ കൂടെ വരട്ടെ എന്നല്ല എൻ്റെ അർത്ഥം. അതൊരു കോസ്മെറ്റിക് എന്ന രീതിയിലല്ലല്ലോ. നിങ്ങളെ കണ്ടാൽ മറ്റുള്ള കണ്ണിലൊരു സന്തോഷം ഉണ്ടാകണം, അതല്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് സൽഗുണപൂർണരാകണം? നിങ്ങൾ സൽഗുണപൂർണരാകുന്നതിൻ്റെ കാരണം, അതിൻ്റെ ലക്ഷ്യം, നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ നിങ്ങൾ ആയിരിക്കുന്നത് കൊണ്ട് ഒരു വലിയ മാറ്റം ഉണ്ടാകണം, ഒരു രൂപാന്തരം ഉണ്ടാകണം, ഒരു വിടുതലുണ്ടാകണം, ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം. അതാണ് വാസ്തവത്തിൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം. മനുഷ്യൻ്റെ ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? നാം എവിടെയായിരുന്നാലും അതുകൊണ്ട് മഹനീയമായൊരു മാറ്റം സംഭവിക്കത്തക്കവണ്ണം നമ്മുടെ വ്യക്തിത്വം വളരുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ആത്മീയമായ അർത്ഥത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ് എന്ന യാഥാർത്ഥ്യം തെളിയിക്കപ്പെടുന്നത്. പക്ഷേ നമ്മുടെ മതപരമായ ധാരണ അങ്ങനെയല്ല. മതസ്വാതന്ത്ര്യം നമുക്ക് എന്താണ്? നമുക്കിങ്ങനെ പരസ്പരം കെട്ടിപ്പിടിച്ച് നിർജീവമായി എവിടെയെങ്കിലും മറ്റാരുടെ ശല്യമേക്കാതെ ഞായറാഴ്ച ഒരു മൂലയ്ക്കിരിക്കണം, നമ്മുടെ ആരാധന ആരും അലങ്കോലപ്പെടുത്തരുത്, ഞങ്ങളെ ആരും ശല്യം ചെയ്യരുത്. അതാണ് ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയത്തിൽ കൂടെ നാം ധരിച്ചു വച്ചിരിക്കുന്ന ഈ ദയനീയമായ തെറ്റിദ്ധാരണ എന്ന് ഈ നോയമ്പ് കാലത്തെങ്കിലും ദയവായി തിരിച്ചറിയുക. ഈ നോയമ്പ് കാലം തെറ്റിദ്ധാരണകളെ വർജിക്കുന്ന നോയമ്പ് ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇനി ആറാമതായിട്ട്, ജീവനുള്ള ദൈവത്തിന് ഇടനിലക്കാരെ ആവശ്യമില്ല. ദയവായി മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഇടനിലക്കാരിൽ കൂടെ മാത്രമേ മനുഷ്യൻ ദൈവത്തെ സമീപിക്കാൻ ഒക്കത്തുള്ളതെന്നും പുതിയ നിയമത്തിൽ ഈശ്വര ദർശനം വരുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ദൈവവുമായുള്ള ബന്ധത്തിന്റെ മധ്യത്തിൽ നിങ്ങൾ ഇടനിലക്കാരെ ഒരിക്കലും നുഴഞ്ഞു കയറുവാൻ അനുവദിക്കരുത് എന്ന് കർശനമായ നിലപാട് യേശു എടുക്കാനുള്ള കാരണം എന്താണ്? ദൈവം സ്നേഹം തന്നെ എന്ന് യേശു അറിയുകയും അപ്രകാരം തന്നെ ദൈവത്തെ വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സ്നേഹമെന്ന് പറയുന്ന മർമ്മത്തിന് എവിടെയാണ് ഇടനിലക്കാരുടെ ആവശ്യം? സ്നേഹത്തിന് ഇടനിലക്കാരെ സഹിക്കാൻ പറ്റുമോ? അതൊന്ന് ആലോചിച്ച് നോക്കി. ഈ തരുണത്തിൽ ഷേക്സ്പിയറുടെ ഒരു നാടകം ഓർത്തു പോവുകയാണ്. ഒഥല്ലോ എന്നാണ് ആ നാടകത്തിന്റെ പേര്. അതിനകത്ത് ലീഡ് ക്യാരക്ടറാണ് ഒഥല്ലോ. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഡെസ്ഡെമോണ. ഇവിടെ മധ്യത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇയാഗോ. അവരുടെ ജീവിതത്തെ, മനോഹരമായ അവരുടെ ദാമ്പത്യ ജീവിതത്തെ തൊലച്ചു കളഞ്ഞത് ഇയാഗോ ആണ്. അപ്പോൾ എവിടെയൊക്കെ സ്നേഹം നിലനിൽക്കുന്നുവോ അതിൻ്റെ മധ്യത്തിൽ ഇടനിലക്കാരെ കൊണ്ടുവച്ചാൽ അതിൻ്റെ പരിണിത ഫലം ദുരന്തമായിരിക്കും, ട്രാജഡി ആയിരിക്കുമെന്ന് ഷേക്സ്പിയറിന് അറിയാം. അത് ഷേക്സ്പിയറിന് മുമ്പ് യേശു മനസ്സിലാക്കിയതാണ്. ഷേക്സ്പിയറിൽ യേശു ഇല്ലായിരുന്നെങ്കിൽ ഷേക്സ്പിയർ ഉണ്ടാകുമായിരുന്നില്ല എന്ന് സാഹിത്യം പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദയവായി കൂട്ടാക്കണമേ എന്നുള്ള ധൈര്യം ഉണ്ടാകുവാൻ നിങ്ങൾക്കിടയാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഭാര്യയാകട്ടെ മക്കളെ ആകട്ടെ, നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ അവരും നിങ്ങളുടെ മധ്യത്തിലോ ഇടനിലക്കാരനെ നിങ്ങൾ വെക്കുമോ? നിങ്ങൾ കാല് ചവിട്ടാൻ നിങ്ങൾ സമ്മതിക്കും. പിന്നെ സ്നേഹത്തിന്റെ മൂർത്തിവത്ഭാവമായ ദൈവവും നിങ്ങളുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ മധ്യത്തിൽ ഈ ഇടനിലക്കാരെ നുഴഞ്ഞു കയറി കുളമാക്കാൻ നിങ്ങൾ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ്? ദയവായി മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് പരസ്പരം സംശയിച്ചു തുടങ്ങിയാൽ ഇടനിലക്കാർ വേണം. അങ്ങനെ പ്രൈവറ്റ് ഡിക്റ്റേറ്റീവ്സിനെ ഒത്തിരി വില കൊടുത്ത് നിയമിക്കുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ ഉണ്ട്. അത് സ്നേഹം നശിച്ചു കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെയുള്ള സഹായത്തിൻ്റെ ആവശ്യമുള്ളൂ എന്ന് വളരെ ഹ്രസ്വമായി ഞാൻ സൂചിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ജീവനുള്ള ദൈവത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഉണ്ടാകേണ്ട 6 കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. 7ാമത് അവസാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, എ ലിവിങ് ഗോഡ് വിൽ റിന്യൂ ഓൾ തിങ്സ്. നാം ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ വ്യക്തിത്വം തന്നെ അനുദിനം പുതുതായി ആക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. മനുഷ്യരുടെ ജീവിതത്തിൽ ബോറടി ഉണ്ടാകുക എന്നത് തികച്ചും അസാധ്യമായി തീരും. വിഷാദരോഗം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല.
ഈ രണ്ട് ഫാഷനബിളായിട്ടുള്ള രോഗങ്ങളും ഇല്ലാതായി പോകും, രോഗശാന്തി ഉണ്ടാകും. ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ഈ ബോറടി എന്നോ അല്ലെങ്കിൽ വിഷാദ രോഗം എന്നോ പറയുന്ന പ്രശ്നം ഉണ്ടാകുവാൻ അല്പം പോലും സാധ്യമല്ല. എന്നാൽ ആ ജീവനുള്ള ദൈവം എല്ലാറ്റിനെയും അനുദിനം പുതുക്കിക്കൊണ്ടേയിരിക്കുകയും എല്ലാറ്റിൻ്റെയും ജീവന്റെ ഊർജം കാത്തു സൂക്ഷിക്കുകയും അത് കൂടുതൽ കൂടുതൽ മേന്മയുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് പകരം വെറും എന്താണ് പറയുന്നത്, മ്യൂസിയത്തിൽ കാര്യങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പോലെയാണ് മനുഷ്യ ജീവിതം. ഒരു തട്ടും മുട്ടും കോട്ടവും ഒന്നും വരാതെ എങ്ങനെയെങ്കിലും ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങ് എത്തിപ്പത്തി കുഴി വീഴുന്നവരെ അങ്ങനെ പോകണം എന്ന് മാത്രം താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞാൽ അത് സർവ്വ യുഗത്തിലും ഉണ്ടായിട്ടുള്ള എല്ലാ തമാശകളെക്കാൾ വലിയ തമാശയാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും ഈ 2026 ആണ്ട് നമ്മുടെ നോമ്പുകാല അനുഭവത്തിൽ കൂടെ നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം, നാം യഥാർത്ഥത്തിൽ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയല്ല. അതുകൊണ്ട് നമ്മെപ്പോലെ ഉള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ് ദൂതൻ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചോദ്യം ചോദിക്കുന്നത്. ജീവനുള്ളവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ എന്തിനാണ് അന്വേഷിക്കുന്നത്? ജീവനുള്ളവനെ, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഉള്ളിൽ എന്തിനാണ് അന്വേഷിക്കുന്നത്? നമുക്കറിയാം, യേശു പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. ആരാണ് മരിച്ചവർ? ജീവനുള്ള ദൈവത്തെ അറിയാതെ പണ്ടെങ്ങോ ഉണ്ടായിരുന്നു എന്നൊക്കെ ആരാണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള, ഇപ്പോൾ ഇന്ന് ജീവിച്ചിരുന്നിട്ടില്ലാത്ത, ഇന്ന് പ്രവർത്തിക്കാത്ത ദൈവത്തെ അറിയുന്നവർ, ആരാധിക്കുന്നവർ അവനെ പോലെ ആയിത്തീരുകയും നാം എന്തിനെ ആരാധിക്കുന്നുവോ നാം അതുപോലെ ആയിത്തീരും. ജീവനുള്ള ദൈവത്തെ ആരാധിച്ചാൽ നമുക്ക് ജീവനും സമർത്ഥമായ ജീവനും ഉണ്ടാകും. മരിച്ചുപോയ ദൈവത്തെ ആരാധിച്ചാൽ നാം ശവങ്ങളായിത്തീരും. അങ്ങനെയുള്ളവരെ പരാമർശിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. അങ്ങനെയുള്ള മത ദർശനത്തിൽ കുഴിച്ചിടുന്ന പരിപാടി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമുക്കറിയാം, താലന്തുകളുടെ ഉപമയിൽ യജമാനൻ തൻ്റെ ശിഷ്യന്മാരെ താലന്തുകൾ ഏൽപ്പിച്ചപ്പോൾ മൂന്നാമത്തെ മിടുക്കൻ ശിഷ്യൻ ഭൃത്യൻ അതുകൊണ്ട് കുഴിച്ചിട്ടു. അത് മരിച്ചുപോയ ദൈവത്തെ മാത്രം അറിഞ്ഞ് ആരാധിച്ച് അപ്രകാരമുള്ള മത അച്ചടക്കത്തിൽ കൂടെ അദ്ദേഹം പ്രാപിച്ച വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ് ഈ കുഴിച്ചിടുക. നമുക്കറിയാം, നമ്മുടെ മതബോധം, നമ്മുടെ മതവീര്യം, നമ്മുടെ സഭാപരമായ താല്പര്യം, വിധേയത്വം, ഇതൊക്കെ സത്യം പറഞ്ഞാൽ കുഴിച്ചിടുന്ന പരിപാടിയാണ്. നമ്മുടെ വ്യക്തിത്വത്തെ കുഴിച്ചിടുന്ന അതാണ്ട് ശവക്കല്ലറയാണ്, അത് ശവക്കോട്ടയാണ് നമ്മുടെ സഭകൾ. നിങ്ങളുടെ ആരുടെയെങ്കിലും വ്യക്തിത്വം ഉണരണമെന്നോ വളരണമെന്നോ പ്രചോദനമായി തീരണമെന്നോ താല്പര്യമുള്ള ആരും തന്നെ നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്തിട്ടില്ല. ആ താല്പര്യം യേശുവിൻ്റെ ഹൃദയത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് അവനിലേക്ക് നോക്കിയവർ ലജ്ജിതരായില്ല. അവരുടെ മുഖം എപ്പോഴും അവൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആർദ്രതയുടെയും ധാരാളിത്വത്തിൽ പ്രശോഭിതമായി നിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ സത്യം തന്നെയാണ്. അപ്പോൾ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞ് അവനെ ആരാധിക്കുന്ന, അവനോട് പങ്കാളിത്തം പ്രാപിക്കുന്ന, സജീവമായി സക്രിയമായി വ്യക്തികളും ദൈവവുമായുള്ള ബന്ധത്തെ നിലനിർത്തുവാൻ ധൈര്യം കാട്ടുന്ന ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ 2026 ആണ്ടിലെ ഈ നോമ്പുകാല അനുഭവങ്ങൾ നമുക്ക് ഇടയാകട്ടെ, നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.